അപ്പോൾ ദാ നോമ്പിന് മുന്നേ കൊടുന്നതായിരുന്നു കേട്ടോ കാക്ക മത്തന് കുറച്ച് പച്ചക്കറികളൊക്കെ. അപ്പോൾ മത്തന് കൊടുന്ന പാടെ നമ്മൾ ഫ്രിഡ്ജിൽ കണ്ട് കയറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ 10-20 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കേടുണ്ടാവും വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ പൊളിച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് നോമ്പിന് പച്ചക്കറികളൊന്നും തിന്നാൽ പോലല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മത്തനും പയറും വെച്ചിട്ടൊരു കൂട്ടാൻ വെക്കാനൊരു പൂതിട്ട് അങ്ങനെ മമ്പര് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മത്തന് നമ്മളിതാ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് പയറും ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടുകൊടുത്തിട്ടാണ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ജാറിലേക്ക് ഇതാ തേങ്ങയും ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ പച്ചമുളകും ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഒന്നും കൂടി ഇതാ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടാൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ കൂട്ടാൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ്.